നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീടുകൾക്ക് നാശനഷ്ടം. ഇന്നലെ പെയ്ത മഴയിലാണ് നാശനഷ്ടമുണ്ടായത്. കയ്പമംഗലം 14-ാം വാർഡിൽ ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം തോട്ടുപറമ്പിൽ ജാനകിയുടെ വീടിന് മുകളിൽ മരച്ചില്ല വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. വെള്ളാങ്കല്ലൂർ പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നു വിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് കർഷകർ. പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരണപ്പെടുകയും 200-ലധികം ആളുകൾ വിഷബാധ ഏൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയെന്നാരോപിച്ചായിരുന്നു മാർച്ച്. ചാലക്കുടി രണ്ടുകൈ വാരംകുഴി മേഖലയിൽ കുറച്ച് ദിവസങ്ങളായി അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന കാട്ടുപോത്തിനെയാണ് വാരംകുഴി വനമേഖലയിൽ ചത്ത നിലയിൽ കണ്ടത്. പ്രവേശനോത്സവത്തോടൊപ്പം ഗൃഹപ്രവേശനോത്സവം നടത്താനൊരുങ്ങി മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഷിജിനാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്നത്. പുത്തൻവേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇളന്തിക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചാലക്കുടി പോട്ട ആശ്രം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടാനുള്ള അധികാരികളുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പോട്ട ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ചാലക്കുടി ആശുപത്രി വളപ്പിൽ നിന്നും റോഡിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചു മാറ്റാത്തതിനെ തുടർന്ന് ഗതാഗതം തടസ്സം നേരിടുന്നതായി ആക്ഷേപം. തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ആശുപത്രി വളപ്പിലെ മാവാണ് കനാൽ റോഡിലേക്ക് വ്യാഴാഴ്ച മറിഞ്ഞു വീണിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ച അനിൽ മാളയ്ക്ക് അഭിനന്ദന പ്രവാഹം. ഇത് 3ാം തവണയാണ് അനിൽ മാളയെ തേടി സംസ്ഥാന പുരസ്കാരം എത്തുന്നത്. ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളിയുടെ ചിത്രശില്പ ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചോല ആർട്ട് ഗ്യാലറിയിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.